ജോലിയുടെ ഭാഗമായിട്ടൊക്കെയാണ് ഈ അസുഖം കൂടുതലായിട്ടും ആളുകളിൽ കണ്ടുവരുന്നത്. ചില ആളുകളിൽ വേദന ഉണ്ടാവാം, ചില ആളുകളിൽ കണങ്കാലിൻ്റെ ഭാഗത്ത് ചൊറിച്ചിലുണ്ടാവാം. നമ്മൾ ഡെയിലി ലൈഫിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മെഡിസിൻസിൽ മാത്രം ഒതുങ്ങുന്നതല്ല വെരിക്കോസ് വെയിന്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനെ നമുക്കൊരു ഒക്യുപ്പേഷണൽ ഡിസീസ് എന്നൊക്കെ വിളിക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെയാണ് ഈ അസുഖം കൂടുതലായിട്ടും ആളുകളിൽ കണ്ടുവരുന്നത്. അതായത് കൂടുതൽ സമയം നിന്നിട്ട് ജോലി ചെയ്യുന്ന ആളുകളിൽ ഇത് നമ്മൾ നല്ല രീതിയിൽ തന്നെ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ട്രാഫിക് പോലീസ്, ടീച്ചേഴ്സ്, നഴ്സുമാർ, ഇങ്ങനെ എല്ലാ ആളുകളിലും ഈ ഒരു പറഞ്ഞ പ്രശ്നം, അതായത് കാലിൽ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ തന്നെ കാണിക്കാറുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ നമുക്ക് ഒട്ടും തന്നെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ആ ഒരു ജോലി ടൈമിൽ ഒരൊറ്റ നേരമൊക്കെ നിങ്ങൾ എഴുന്നേൽക്കുന്നുള്ളൂ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇത് കൂടുതലായിട്ടും കാണുന്നത് നമ്മുടെ മുട്ടിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളിലാണ്. ചില ആളുകളിൽ നമ്മുടെ നടുവിൻ്റെ താഴോട്ട് ഈ തൈസ്, നമ്മുടെ തുടയുടെ 2 ഭാഗങ്ങളിലൊക്കെ തന്നെ ഞരമ്പ് വീർത്ത് തടിച്ച് കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഞരമ്പ് നീല നിറത്തിലായിട്ട് ഞരമ്പ് വീർത്തിട്ട് വളഞ്ഞ് പൊളഞ്ഞ് തടിച്ച് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ അവരിൽ പല രീതിയിലായിട്ട് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ചില ആളുകളിൽ വേദന ഉണ്ടാവാം, ചില ആളുകളിൽ കണങ്കാലിൻ്റെ ഭാഗത്ത് ചൊറിച്ചിലുണ്ടാവാം, ചില ആളുകളിൽ ഒരു കഴപ്പ് പോലെ, അതായത് കുറച്ച് സമയമൊക്കെ നിൽക്കുമ്പോഴേക്ക് തന്നെ കാലിൽ എന്തോ തളരുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പല രീതികളിലായിട്ട് ആളുകളിൽ ബുദ്ധിമുട്ട് കാണിക്കാം. അപ്പോൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അസുഖം തന്നെയാണ്. അപ്പോൾ വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾ കൂടുതൽ അവരുടെ കാലുകൾക്ക് കെയർ കൊടുക്കണം. അപ്പം ലെഗ് എക്സസൈസ് ഒക്കെ ഉണ്ട്. വെരിക്കോസ് വെയിനുള്ള ആളുകൾക്ക് ലെഗ് റേസിങ് എക്സസൈസുകളുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിപ്പം വെരിക്കോസ് വെയിൻ്റെ പേഷ്യൻസിനെ എടുക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക സമയത്തും അവരിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ചില ആളുകളിൽ നല്ല വെയിറ്റ് ഉണ്ടായിരിക്കാം, വെയിറ്റ് നല്ല കൂടി നിൽക്കും. കാലിൻ്റെ ഭാഗത്തൊക്കെ ആ ഒരു നമ്മുടെ കാഫ് റീജിയനിൽ, മുട്ടിൻ്റെ താഴോട്ടുള്ള ഭാഗത്തൊക്കെ കുറച്ച് തടി കൂടുതലായിട്ട് നിൽക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. വെയിറ്റ് കൂടിയ ആളുകളൊക്കെ ആണെങ്കിൽ നല്ലൊരു ഡയറ്റോ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലെഗ് റേസിങ് എക്സസൈസ്, അതായത് കാല് നന്നായിട്ട് തന്നെ ഹൈറ്റിലോട്ട് വെക്കുക, ഒരു ചുമരിൻ്റെ മുകളിലോട്ട് കാല് കയറ്റി വെച്ചിട്ട് പതിയെ 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 കാല് താഴോട്ട് ഇറക്കുന്ന എക്സസൈസുകൾ, അതൊരു 10-15 തവണയൊക്കെ ഒരു ദിവസം നിങ്ങൾ ചെയ്യണം. അപ്പം അതും നല്ലൊരു ബാക്ക് ഫ്ലോയ്ക്ക്, ബ്ലഡിനെ തിരിച്ച് നമ്മുടെ ഹൃദയത്തിലോട്ട് യാതൊരു തടസ്സവും ഇല്ലാതെ സ്റ്റക്ക് ആവാതെ തിരിച്ച് ഹൃദയത്തിലോട്ട് പമ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ടിന്യൂസ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീനൊക്കെ ഒന്ന് കുറച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പം അത് ഒരു 5-10 മിനിറ്റ് നിങ്ങളൊന്ന് ഇരിക്കുക. അപ്പം വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ എടുക്കുകയാണെങ്കിലും അവരും കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഈ അടുക്കളയിലുള്ള കുറേയൊക്കെ ജോലികൾ നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുന്നതൊക്കെ തന്നെ നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ഇരുന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അതുപോലെ രാത്രി കിടക്കുമ്പോൾ ഒരു 2 തലയണ കാലിൻ്റെ അടിയിൽ വെച്ചിട്ട് കാല് നന്നായിട്ട് ഹൈറ്റിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക. അതുപോലെ കാലിൽ സർക്കുലേഷനൊക്കെ നമുക്ക് തിരിച്ച് ബാക്ക് ഫ്ലോ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് കാലിൽ ഏറ്റവും താഴത്ത് നിന്ന് മുകൾ ഭാഗത്തോട്ട് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. ഞരമ്പ് വീർത്ത് കിടക്കുന്ന ഭാഗങ്ങളിലൊന്നും കൂടുതൽ പ്രഷർ കൊടുക്കാതിരിക്കുക. നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു സർക്കുലേഷൻ നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്ത് പോവാം. അതുപോലെ തന്നെ ഒരു ഓയിൽ മസാജ്, ഇപ്പം ആയുർവേദത്തിൽ പിണ്ണ തൈലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ഈ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. ആ പിണ്ണ തൈലം നിങ്ങളുടെ കാലിൽ എന്ത് ചെയ്യുക, ഒരു അപ്വേർഡ് മസാജ്, ബാക്ക് സൈഡിലോട്ട് മസാജ് ചെയ്യാൻ വേണ്ടി ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് അപ്വേർഡ് നല്ല രീതിയിൽ ചൂടാക്കരുത്. അതുപോലെ തന്നെ കാലിലാണെങ്കിലും ചൂട് പിടിക്കാൻ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതൊന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഈ ഫ്ലാവനോയിഡ്സ് കൂടുതലായിട്ടുള്ള ഫുഡുകൾ, ഇപ്പോൾ ഫ്രൂട്ട്സിൽ ആപ്പിൾ, മുന്തിരി, ഇതൊക്കെ വളരെയധികം നല്ലതാണ് വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾക്ക്. അതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. വെയിറ്റ് കുറയ്ക്കണം. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡയറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.
ഷുഗർ എല്ലാം കട്ട് ചെയ്ത് കാർബ്സ് ഒക്കെ കുറച്ച് പ്രോട്ടീൻസ് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ കൃത്യമായിട്ടുള്ള അളവിൽ കഴിച്ചുകൊണ്ടുള്ള ഒരു നല്ല ഡയറ്റും കൂടി ഫോളോ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ അവർക്ക് എന്ത് പറ്റും, നല്ലൊരു വെയിറ്റ് ലോസ് സാധിച്ചെടുക്കാൻ പറ്റും. ഒരുപാട് ആളുകൾക്ക് വെയിറ്റ് കൂടുന്ന സമയത്ത് വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം വെയിറ്റ് കൂടാതെ നിങ്ങൾ മാക്സിമം നോക്കുക. അതിനുശേഷം ചിലപ്പോൾ വെയിറ്റ് കൂടിയ ആളുകൾക്ക് വേദന കാരണം എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ലെഗ് റേസിങ് എക്സസൈസ് നമുക്ക് ചെയ്യാം. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ആ എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫുഡിനകത്ത് ഫൈബർ ഉള്ള ഫുഡുകൾ കഴിക്കുക. ഫൈബർ ഒട്ടും തന്നെ ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കരുത്. ഈ മൈദ ഒക്കെ വലിയ പ്രശ്നമാണ്. അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കുക. പിന്നെ പച്ചക്കറികളായിട്ടുള്ള വാഴത്തട്ട, വാഴപ്പിണ്ടി, ബീൻസ്, ഇലക്കറികൾ, ചീര, മുരിങ്ങേൻ്റെ ഇല, ബീട്രൂട്ട്, ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ചായ കുടിക്കുമ്പോൾ ഒരു ചെറിയ പീസ് ഓഫ് ഇഞ്ചി നമുക്ക് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ ചായ നമുക്ക് എടുക്കുന്നതൊക്കെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടൊക്കെ കുറയ്ക്കുന്നതിനെ ഹെൽപ്പ് ചെയ്യും. ആൻറ്റി ഓക്സിഡൻറ്റ്സ് വേണം. അതുകൊണ്ട് മഞ്ഞളും ചെറുനാരങ്ങയും ഇഞ്ചിയും എല്ലാം ഡെയിലി ബേസിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ വെരിക്കോസ് വെയിൻ്റെ ആ ഒരു ഇൻഫ്ലമേഷന്, നീർക്കെട്ട്, വെരിക്കോസ് വെയിൻ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അൾസർ ആവുകയും അത് പൊട്ടുകയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ പാടായിരിക്കും. അങ്ങനെ നല്ല രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ മാക്സിമം ഫുഡിൽ കൺട്രോൾ ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം കഴിച്ചിട്ട് വെരിക്കോസ് വെയിന് മാക്സിമം നിങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം ഇത്തരം ബുദ്ധിമുട്ടുകളായിട്ട് ഒരുപാട് പേഷ്യൻസ് നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട്. അപ്പം അവർക്ക് നമ്മൾ മെയിനായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്തേ അവർക്ക് മാറ്റങ്ങൾ വരുന്നുള്ളൂ. മെഡിസിൻസിൽ മാത്രം ഒതുങ്ങുന്നതല്ല വെരിക്കോസ് വെയിന്. നമുക്ക് ചേഞ്ചസ് വരുത്തണം. കാരണം ഒരു തവണ ട്രീറ്റ് ചെയ്തിട്ട് മാറിക്കഴിഞ്ഞാൽ അത് വീണ്ടും വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ലൈഫ് സ്റ്റൈലിൽ കുറേ ചേഞ്ചസുകളും കൂടി വരുത്തുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ട്, കുറേ കാലമായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല പ്രശ്നമാണ് നടക്കാൻ, അല്ലെങ്കിൽ കാലിന് വേദന വരുന്നു, ചൊറിച്ചിലുണ്ട്, പൊട്ടുന്നു, ഇത്തരം ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ ഉണ്ടെങ്കിൽ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.